നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 195 195. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സത്യഭാമ ഓം രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 1-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. തൃതീയ സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം. ഇത്തം വ്രജൻ ഭാരതമേവ വർഷം കാലേന യാവൽ ഗതവാൻ പ്രഭാസം താവശ്ച സാസ ക്ഷിതിമേകചക്രാം ഏകാദപത്രാം അജിതേന പാർത്തഃ. ഇത്തം വ്രജൻ ഭാരതം ഏവ വർഷം കാലേന യാവൽ ഗതവാൻ പ്രഭാസം താവശ്ച ക്ഷിതിമേകചക്രാം ഏകാദപത്രാം അജിതേന പാർത്തഃ. ഇപ്രകാരം ഭാരതവർഷത്തെ തന്നെ സഞ്ചരിക്കുന്നവനായിട്ട് ഏതൊരു കാലം കൊണ്ട് പ്രഭാസത്തെ പ്രാപിച്ചുവോ ആ കാലത്തിൽ ഒരുവൻ്റെ സൈന്യത്തോടു കൂടിയതും ഒരുവനു മാത്രം ആദപത്രത്തോടു കൂടിയതുമായ ഭൂമിയെ ആരാലും ജയിക്കപ്പെടാത്തവനോടുകൂടെ ധർമ്മപുത്രർ ശാസിച്ചു എന്ന് പറഞ്ഞാൽ ഭരിച്ചു എന്നർത്ഥം. ആരാ ഇതിന് കാരണക്കാരൻ? അവിടെ പറയണ്ടേ, ആരാലും ജയിക്കപ്പെടാത്തവനോടുകൂടെ അജിതേന. ഭഗവാൻ നമ്മളൊപ്പം ഉണ്ടോ? ഈശ്വരാധീനുണ്ടെങ്കിൽ പുല്ലിന് വജ്രത്തിൻ്റെ ഗുണം. ഈശ്വരാധീനം ഇല്ലാത്തവൻ്റെ കയ്യിൽ വജ്രം കിട്ടിയാൽ പുല്ലിന് സമം. ഇനി അപ്പോൾ ഇത് എപ്പോൾ പഠിക്കണം? 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിരിക്കണം. അപ്പം എന്താ ഗുണം? എന്നെ പോലെ സന്തോഷമായിട്ടിരിക്കാം. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ പുല്ലാണേ. കാരണം എന്താ? ഈശ്വരാധീനം. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഇങ്ങനെ വ്രതത്തോടുകൂടെ, അത് ആവശ്യം. വ്രതം അതായത് ഒരു അനുഷ്ഠാനം വേണം എല്ലാറ്റിലും. ഇങ്ങനെ വ്രതത്തോടുകൂടെ പലയിടങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്ന വിതുരർ പ്രഭാസമെന്നു പേരായ തീർത്ഥസ്നാനങ്ങളിൽ എത്തിയ കാലത്ത് ആരാലും ജയിക്കപ്പെടാത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തോടു കൂടിയ ധർമ്മപുത്രർ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് ഏകാജ്ഞയോടും, അത് വലിയൊരു വാക്കാ. ഒരാൾ പറഞ്ഞ മറ്റുള്ളവർ കേൾക്കണം. ചക്രവർത്തിയോ സാമ്രാട്ടോ ആരാച്ചാൽ അവർ പറഞ്ഞു കേൾക്കണം. ഇപ്പോഴത്തെ സാധാ മന്ത്രിസഭ പോലൊന്നുമല്ല. എന്താ അങ്ങനെ പറയാൻ? ഒരാൾ പറഞ്ഞത് വേറൊരാൾ കേൾക്കില്ല എന്നെ. അപ്പോൾ ഏകാദപത്രം മുതലായ ചക്രവർത്തി ലക്ഷണത്തോടും, അത് ഏകഛത്രാധിപതി എന്നർത്ഥം, ഭൂമിയെ പരിപാലിച്ചു കൊണ്ടിരുന്നു. ഇനി അടുത്ത ശ്ലോകം 21. തത്രാധശുസ്രാവ സുഹൃദ് വിനഷ്ടിം വനം യഥാ വേണുജവന്നി സംശ്രയം സംസ്പർദ്ധയാ ദഗ്ധമധാനുശോചൻ സരസ്വതീം പ്രത്യഗിയായ തൂഷ്ണീം. തത്ര അധശുസ്രാവ സുഹൃത് വിനഷ്ടിം വനം യഥാ വേണുജവന്നി സംശ്രയം സംസ്പർദ്ധയാ ദഗ്ധമധാനുശോചൻ സരസ്വതീം പ്രത്യഗിയായ തൂഷ്ണീം. അവിടെ അനന്തരം
വേണുവിൽ നിന്നുണ്ടായ തീയിനെ ആശ്രയിച്ച് നിൽക്കുന്നതും, അതായത് അവിടെ വേണു എന്ന് പറഞ്ഞാൽ മുളകൾ തമ്മിൽ ഉരസിയിട്ടാണ് കാട് തീ പിടിക്കുക. അപ്പോൾ ആശ്രയിച്ച് നിൽക്കുന്നവനും ദഹിച്ചതുമായ കാടെന്ന പോലെ അന്യോന്യ മത്സരം കൊണ്ട് ബന്ധുക്കളുടെ നാശത്തെ ശ്രവിച്ച് കൗരവരുടെയും പാണ്ഡവരുടെ പക്ഷത്തും കൂടി 11 7 18 അക്ഷൗഹിണി പടകൾ, ബന്ധുമിത്രാദികൾ. കൗരവരുടെ പേരിനും കൂടി ഒരാളില്ല. പാണ്ഡവർക്ക് 5 ആൾ, പിന്നെ ദ്രോണർ മരിച്ചു, പിന്നെ ഭീഷ്മപിതാമഹൻ മരിച്ചു. അതിൽ കൃപർ മരിച്ചില്ല. കാരണം കൃപാചാര്യർ മറ്റേ എന്താണെന്ന് പറയുക, ആചന്ദ്രതാരം വരെ വാഴാൻ പറ്റിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വരണ്ട് മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ബന്ധുക്കളുടെ നാശത്തെ ശ്രവിച്ച് പിന്നെ വ്യസനിക്കുന്നവനായിട്ട് ഒന്നും മിണ്ടാതെ പശ്ചിമദിക്കിലേക്കായിട്ട് സരസ്വതി നദിയെക്കുറിച്ച് യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം: മുളകൾ തമ്മിൽ ഉരസിയുണ്ടാകുന്ന തീയിനാൽ കാട് ദഹിക്കുന്നത് പോലെ അന്യോന്യമുണ്ടായ ഷണ്ഡയാൽ, ആ വാക്ക് ഷണ്ഡ മലയാളമാണ്, സുഹൃത്തുക്കൾ നശിച്ച വിവരം ആ പ്രവാസതീർത്ഥ സ്നാനത്തിൽ വെച്ച് കേട്ടറിഞ്ഞ് വിതുരർ ദുഃഖിച്ചുകൊണ്ട് പടിഞ്ഞാറു ദിക്കിലേക്ക് സരസ്വതി നദിയെക്കുറിച്ച് മൗനത്തോടെ സഞ്ചരിച്ചു. 22ാമത്തെ ശ്ലോകം ശ്രവിക്കുക. ഞാൻ ഈ 1-ാം അധ്യായത്തിൽ എത്ര ശ്ലോകം ഉണ്ട് എന്നറിയാൻ ജസ്റ്റ് ഒരു എന്താണെന്ന് പറയുക ഒരു ഇൻട്രസ്റ്റ്. 45 ശ്ലോകം. ഇപ്പം നമ്മൾ ഏറെക്കുറെ പകുതിയിലേക്ക് വരണം അല്ലേ? 22 നമ്മൾ പറഞ്ഞത്. തസ്യാം ധൃതസ്യോശനസോ മനോശ്ചാം പൃഥോരഥാഗ്നേരസിതസ്യ വായോ തീർത്ഥം സുദാസസ്യ ഗവാം ഗുഹസ്യ യശ്രാദ്ധദേവസ്യ സ ആശിഷേവേ. തസ്യാം ത്രിസസ്യോശനസോ മനോശ്ച പൃഥോരഥാഗ്നേരസിതസ്യ വായോ തീർത്ഥം സുദാസസ്യ ഗവാം ഗുഹസ്യ യശ്രാദ്ധദേവസ്യ സ ആശിഷേവാ. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുകയാണെങ്കിൽ, അതിൽ സരസ്വതി നദിയിൽ ത്രിതൻ്റെയും ശുക്രൻ്റെയും മനുവിൻ്റെയും പൃഥുവിൻ്റെയും പിന്നെ അഗ്നിയുടെയും അസിതനെന്നു പേരായ ഋഷിയുടെയും വായുവിൻ്റെയും സുദാസനെന്നു പേരായ രാജാവിൻ്റെയും ഗോക്കളുടെയും ഗുഹൻ്റെയും ശ്രാദ്ധദേവൻ്റെയും തീർത്ഥത്തെ അവൻ ആസേവിച്ചു. അതായത് സരസ്വതി നദിയുടെ ഗുണം പറയാൻ പറ്റില്ല, അത്ര ഗുണമുണ്ട്. അതാണ് ഇത്രയൊക്കെ ആൾക്കാർക്ക് അതിൽ ബന്ധമുണ്ട്, കേമന്മാർ, അതികേമന്മാർ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം: വിതുരർ ആ സരസ്വതിയിൽ ത്രിതൻ, ഉസനസ്, മനു, പൃഥു, അഗ്നി, അസിതൻ, വായു, സുദാസൻ, ഗോക്കൾ, ഗുഹൻ, സുബ്രഹ്മണ്യസ്വാമി, ശ്രാദ്ധദേവൻ ഇവരുടെ തീർത്ഥങ്ങളെ സേവിച്ച് സരസ്വതി നദിയിൽ പ്രധാന തീർത്ഥസ്നാനങ്ങളാണ് ഈ 11. അതായത് 11 സ്ഥലത്ത് ഓരോരുത്തരുടെയും പ്രഭാവം ഉണ്ടായിട്ടുണ്ട് സരസ്വതി നദിയിൽ. 23ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. അന്യാനി ച ഇഹ ദ്വിജദേവദേവൈ കൃതാനി നാനായതനാനി വിഷ്ണോ പ്രത്യംഗമുഖ്യാങ്കിതമന്ദിരാണി യദ്ദർശനാൽ കൃഷ്ണമനുസ്മരന്തി. അന്യാനി ച ഇഹ ദ്വിജദേവദേവൈഃ കൃതാനി നാനായതനാനി വിഷ്ണോ പ്രത്യംഗമുഖ്യാങ്കിതമന്ദിരാണി യദ്ദർശനാൽ കൃഷ്ണമനുസ്മരന്തി. ഈ ലോകത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാലും ദേവന്മാർ പിന്നെ പറഞ്ഞുള്ളൂ. ആദ്യം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ പറഞ്ഞത്. അപ്പോൾ ബ്രാഹ്മണ്യം ഉള്ളവരുടെ ശ്രേഷ്ഠത എന്താണെന്നുള്ളത്
സഹോദരി സഹോദരന്മാരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഉണ്ടാക്കപ്പെട്ടവയും അവയവം തോറുമുള്ള ആയുധങ്ങളിൽ മുഖ്യമായ ചക്രത്താൽ അടയാളപ്പെട്ടിരിക്കുന്ന മന്ദിരങ്ങളോടുകൂടിവയും, അതായത് ശ്രീകൃഷ്ണൻ എന്നർത്ഥം. ശ്രീചക്രം ഉപയോഗിക്കുന്നത് ശ്രീകൃഷ്ണനാണല്ലോ. മന്ദിരങ്ങളോടുകൂടിയവയും യാതൊന്നിൻ്റെ ദർശനത്താൽ ശ്രീകൃഷ്ണനെ നിരന്തരം സ്മരിക്കുമോ ശ്രീ വിഷ്ണുവിൻ്റെ മറ്റുള്ള ബഹുവിധത്തിലുള്ള ആലയങ്ങളെയും ആസേവിച്ചു, അതായത് അനുഭവിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഋഷികളാലും ദേവരാലും, അപ്പോൾ അവിടെ ഋഷികളെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെന്ന് അർത്ഥം പറയണം. ഋഷികളാലും ദേവന്മാരാലും നിർമ്മിക്കപ്പെട്ടവയും ആയുധങ്ങളിൽ വെച്ച് മുഖ്യമായ ചക്രായുധത്തിൻ്റെ അടയാളമുള്ള കാരണം ദർശനമാത്രയിൽ ശ്രീകൃഷ്ണനെ അനുസ്മരിപ്പിക്കുന്നവയുമായ വിഷ്ണു ക്ഷേത്രങ്ങളെയും, വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ വിളിക്കണം. അപ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങളെയും മറ്റുള്ള അനേകം ക്ഷേത്രങ്ങളെയും വിദുരർ സേവിച്ചു. അവയെ കണ്ട മാത്രത്താൽ ശ്രീകൃഷ്ണ സ്മൃതി ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതിനാൽ അവയ്ക്ക് ലോകത്തിൽ പൂജ്യസ്ഥാനം കൽപ്പിക്കേണ്ടത് മുഖ്യ ആവശ്യമാണെന്ന് സൂചിപ്പിച്ചു. ഇതാണ് അവസ്ഥ. 24ാമത് ശ്ലോകം. തതസ്ത്വം ഇതി വ്രജസ്യ തതസ്ത്വം, ഒരു മിനിറ്റ്, തതസ്തത് തതസ്തത് അതി തതസ്തത് തതസ്തത് തതസ്ത തതസ്ത തത, പിന്നെ പറഞ്ഞു അതിവ്രജ്യ വ്രജത്തിനേക്കാൾ കേമമായിട്ട് സുരാഷ്ട്രമധ്യം സുരാഷ്ട്രഋദ്ധം. ഋദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ എന്താണ്, ഋദ്ധം സമൃദ്ധി എന്നർത്ഥം. അപ്പോൾ തതസ്ത തതസ്ത അതിവ്രജ്യ തതസ്ത അതിവ്രജ്യ സുരാഷ്ട്രഋദ്ധം സൗവീര്യമത്സ്യാൻ കുരുജാംഗലാംശ്ച കാലേന താവദ്യമുനാമുപേത്യാം തത്ര ഉദ്ധവം ഭാഗവതം ദദർശ. ഭാഗവത സ്വരൂപനായിരിക്കുന്ന ഉദ്ധവരെ കണ്ടുമുട്ടി. ആരെ? വിദുരരെ. അനന്തരം സമൃദ്ധിയോടുകൂടിയ സുരാഷ്ട്രമെന്ന ദേശത്തെയും സൗവീര്യത്തെയും മത്സ്യദേശങ്ങളെയും കുരുദേശങ്ങളിലുമുള്ള ഊഷര പ്രദേശങ്ങളെയും മരുഭൂമികളെന്നർത്ഥം അതിക്രമിച്ചിട്ട് കുറേ കാലം കൊണ്ട് യമുനയെ പ്രാപിച്ചിട്ട് അപ്പോൾ അവിടെ ഭഗവത് ഭക്തനായ ഉദ്ധവനെ കണ്ടു. എന്താ യാത്രാ വിവരണം! ഇപ്പോൾ അണ്ടനും കിണ്ടനും പല സ്ഥലം കണ്ടിട്ട് പലതും എഴുതുന്നുണ്ട്. അതല്ല, ഇത് ജിയോഗ്രാഫി തെറ്റില്ല, തലവാര വഴിക്ക് തെറ്റില്ല. കാരണം ഇത് വേദവ്യാസരാ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ 3 വരെയുള്ളൂ. സമൃദ്ധിയോടുകൂടിയ സുരാഷ്ട്രദേശം, സൗവീരദേശം, മത്സ്യദേശം, കുരുദേശങ്ങളിലുള്ള മരുപ്രദേശങ്ങൾ ഇവയെ കടന്നിട്ട് യമുനാ നദിയിൽ വിതുർ എത്തി. അപ്പോൾ അവിടെ ഭഗവാന്റെ ഭക്തനായ ഉദ്ധവരെ കണ്ടു. 25ാമത്തെ ശ്ലോകം. സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീതം. ഈ ഉദ്ധവരുണ്ടല്ലോ, സാക്ഷാൽ ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. വലിയ കേമനാണ് അദ്ദേഹം. വാസുദേവാനുചരം, വാസുദേവൻ്റെ അനുചരനാണ്, സഖാവാണ്. പ്രശാന്തം, ശാന്തചിത്തനാണ്. ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീതം. ബൃഹസ്പതിനെ കണ്ട് സംസാരിച്ച എന്താ അതേപോലെയുള്ള അനുഭൂതി ഉണ്ടായത്.
ആലിംഗ്യ ഗാഠം പ്രണയേന ഭദ്രം. പറയുമ്പോൾ അവർ യദുവീരനാണ് അല്ലേ, വൃഷ്ണികളിൽ കേമനാണ്. ഇദ്ദേഹം ശൂദ്രസ്ത്രീയിലുണ്ടായതാണ്, പക്ഷെ ആളാരാ, ധർമ്മൻ്റെ പ്രതിരൂപ. അപ്പം ജാതിയൊന്നും അവിടെ പ്രശ്നമില്ല, പ്രേമം, സ്നേഹം. ആ പ്രേമം എന്താ പ്രേമം? ഇവർ തമ്മിലുള്ള പ്രേമത്തിൻ്റെ ലെവല് ശ്രീകൃഷ്ണൻ ഭക്തി. അപ്പോൾ ഒരു ഡിവൈൻ ക്യാരക്ടേഴ്സിനാണ് ഈ പ്രേമം എന്നുള്ളത്. മറ്റത് അലമ്പ്. എന്താ ഈ അലമ്പ് എന്ന് പറഞ്ഞാൽ ഡൗൺ ട്രോഡൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ശാരീരിക പ്രേമം അത് മോശമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം സ്വനാമാ പൃച്ഛൽ ഭഗവൽ പ്രജാനാം. സ്വനാമ പൃച്ഛത് ഭഗവൽ പ്രജാനം. പ്രകർഷേണ ശമിച്ചിരിക്കുന്ന ചിത്രവൃത്തികളോടുകൂടിയവനും. പ്രശാന്തം എന്ന് പറഞ്ഞ അർത്ഥം പറയണം. എന്താ പ്രകർഷേണ? കണ്ടാൽ തന്നെ അറിയാം. ശമിച്ചിരിക്കുന്ന കഴിഞ്ഞു. എന്ത്? ചിത്തവൃത്തികളോടുകൂടിയവനും. ചിത്തവൃത്തി ഇല്ല, മനസ്സില്ല അദ്ദേഹത്തിന്. മനസ്സ് ഭഗവാന്റെ കടുത്ത ഒരു റോബോട്ട് പോലെ ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം. പരമശാണ്ടോ ബൃഹസ്പതിയുടെ പൂർവജന്മശിഷ്യനും. ഈ ജന്മത്തല്ല കേട്ടോ, ഇനി അത് മനസ്സിലാക്കണം. പൂർവജന്മശിഷ്യനാ ഉദ്ധവരെ. പൂർവജന്മത്തിൽ. അപ്പോൾ കേമത്തനല്ലേ ശ്രീകൃഷ്ണൻ്റെ ഭൃത്യനും കാണപ്പെട്ടവനുമായ ഉദ്ധവനെ പ്രേമത്താൽ മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് സ്വസംബന്ധികളായ ഭഗവാന്റെ പ്രജകളുടെ ക്ഷേമം ചോദിച്ചു, മനസ്സിലാക്കി. ഇനി അതിൻ്റെ ഭാവം. ആ വിതുരർ വാസുദേവനോടുകൂടെ സഞ്ചരിക്കുന്നവനും കാമക്രോധാതിവൃത്തികളിൽ നിന്ന് ഏറ്റവും ഒഴിഞ്ഞിരിക്കുന്നവനും, പൂർവജന്മത്തിൽ നീതിശാസ്ത്രത്തിൽ ബൃഹസ്പതിയുടെ പ്രധാന ശിഷ്യനും പ്രസിദ്ധനുമായ ഉദ്ധവരെ കണ്ട ഉടനെ സ്നേഹപൂർവം ദൃഢമായി ആലിംഗനം ചെയ്ത ശേഷം ഭഗവാന്റെ പ്രജകളായ ബന്ധുക്കളുടെ ക്ഷേമത്തെ അന്വേഷിച്ചു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. 26. കശ്ചിൽ പുരാണോ പുരുഷോ സ്വനാഭ്യ പാത്മാനുവൃത്യേഹ കിലാവതീർണോ. സ്വനാഭ്യപാത്മാനുവൃതേഹ്യ കിലാവതീർണോ. ആസാദ ഉർവ്യാ കുശലം വിദായ കൃതക്ഷണോ കുശലം ശൂരഗേഹ. കശ്ചിത് പുരാണോ പുരുഷോ സ്വനാഭ്യപാത്മാനുവൃതേഹ കിലാവതീർണോ. ആസാദ ഉർവ്യാകുശലം വിധായ കൃതക്ഷണോ കുശലം ഗുരുഗേ ശൂരഗേഹേ. അതായത് തൻ്റെ നാഭിപത്മത്തിൽ നിന്നുത്ഭവിച്ചവൻ്റെ പ്രാർത്ഥനയെ അനുസ്മരിച്ചിട്ട് സ്വനാഭ്യപാത്മാനുവൃത്യ. അത് അങ്ങനെയാണ്. പാത്മ അങ്ങനെ തന്നെ വേണം. പാത്മാനുവൃത്യ ഇഹ. അവിടെ ഇഹ വേറെ നിൽക്കും. അപ്പോൾ തൻ്റെ നാഭിപത്മത്തിൽ നിന്നുത്ഭവിച്ചവൻ്റെ പ്രാർത്ഥനയെ അനുസ്മരിച്ചിട്ട്, അതായത് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയെ അനുസ്മരിച്ചിട്ട് ഭൂമിയിൽ അവതരിച്ചവരും പരമകാരണഭൂതന്മാരുമായ 2 പുരുഷന്മാർ, അതായത് ബലരാമനും ശ്രീകൃഷ്ണനും ഭൂമിയുടെ കുശലം ക്ഷേമത്തെ നിർവഹിച്ചിട്ടും വിശ്രമശീലന്മാരായിട്ട് വസുദേവഗൃഹത്തിൽ സൗഖ്യമായിരിക്കുന്നുവോ ഒരന്വേഷണം ചെയ്തു. അതിൻ്റെ ഭാവാർത്ഥമാണ് ഞാൻ പറയുന്നത്. തൻ്റെ നാഭിപത്മത്തിൽ നിന്നുണ്ടായ ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥന അനുസരിച്ച് ഭൂമിയിൽ അവതരിച്ചവരും പുരാണപുരുഷന്മാരുമായ ബലരാമൻ, കൃഷ്ണൻ ഇവർ 2 പേരും
ഭൂമിക്ക് ക്ഷേമത്തെ ചെയ്തിട്ട് ശ്ലോകത്തെ പ്രാപിപ്പാനുള്ള സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വസുദേവഗൃഹത്തിൽ ക്ഷേമത്തോടെ ഇരിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. അടുത്തത് 27ാമത്തെ ശ്ലോകം. കശ്ചിൽ കുരൂണാം പരമസുഹൃന്നോ ഭാമ സ ആസ്തേ സുഖമംഗശൗരി യോ വൈ സ്വസൃണാം സ്വസൃണാം. ഒരു മിനിറ്റ്, ഞാനതൊന്ന് മനസ്സിലാക്കട്ടെ. സ്വസൃണാം സഹോദരിമാരെ നർത്ഥം. അതെ. യോ വൈ സ്വസൃണാം പിതൃവന്ദദാധി വരാൻ വദാന്യോ വരതർപ്പണേനാം കശ്ചിൽ കുരൂണാം പരമസുഹൃന്നോ ഭാമ സ ആസ്തേ സുഖമംഗശൗരി യോ വൈ സൃണാം പിതൃവന്ദദാധി വരാൻ വദാന്യോ വരതർപ്പണേന. ഇതിൻ്റെ വാക്കാർത്ഥം പറയുക എങ്ങനെയാണ്? കുരുക്കളായ ഞങ്ങളുടെ, അതായത് കുരുരാജപരമ്പരയുള്ള ഞങ്ങൾ, ആരെ? നമ്മുടെ വിതുരരെ, ഉറ്റബന്ധുവായ ആ പൂജനായ വാസുദേവൻ ഭാമ ശൗര്യന. പൂജനായ വസുദേവൻ, ഹേ പൂജനായുള്ളവനെ സുഖമായിരിക്കുന്നുവോ? ദാനശീലനായ യാതൊരുവൻ സഹോദരിമാർക്ക് ശ്രേഷ്ഠ വസ്തുക്കളെ സമർപ്പിക്കുന്നതുകൊണ്ട് പിതാവെന്ന പോലെ, അതാണ് സഹോദരനും സഹോദരി. അച്ഛൻ ചെയ്യേണ്ട കാര്യമാണ് സഹോദരൻ ചെയ്യുക. പിന്നെ ഇപ്പോൾ ആ സഹോദരനെ മാനിക്കണോ മാനിക്കേണ്ടത് എന്നുള്ളത് വേറെ കാര്യം. അത് തലയിലെഴുത്ത് പോലെ ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവുക. ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്നാണ് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് ഭൗതിക ശ്രേഷ്ഠത ഉണ്ടാവില്ല. പക്ഷേ ആധ്യാത്മിക ശ്രേഷ്ഠതയാണ് വലുത് എന്നുള്ളത് കാര്യത്തോട് വരുമ്പോഴേ അറിയുള്ളൂ. അത് ഈ മുയലും ആമയും കൂടി ഓടിയ കൂട്ടത്തിലാണ്. ആമ ലക്ഷ്യസ്ഥാനത്തെത്തും, മുയൽ വഴിയിൽ തളർന്ന് ഉറങ്ങും. ഇതാണ്. അപ്പോൾ കുരുത്തക്കേടാണ്. മുയലായാൽ ആ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, മറ്റുള്ളവൻ്റെ ഭക്ഷണമായിട്ട് ചുട്ടു തിന്നും ഇല്ലേ മുയലിനെ. അങ്ങനെയാണ്. ആമയെ തിന്നാൻ പറ്റൂല, കാരണം അതിൻ്റെ കയ്യും കാലമൊക്കെ അത് അതിൻ്റെ ഉള്ളിലേക്ക് വലിക്കും. ബുദ്ധിശാലിയാണ്. അപ്പോൾ പറയണു, അതായത് അപ്പോൾ സഹോദരിമാർക്ക് സഹോദരൻ അച്ഛനെ പോലെ എന്ന് പറയണ്ടായി. അപ്പോൾ ദാനശീലനായ യാതൊരുവൻ സഹോദരിമാർക്ക് ശ്രേഷ്ഠ വസ്തുക്കളെ സമർപ്പിക്കുന്നതുകൊണ്ട് പിതാവെന്ന പോലെ അഭീഷ്ടങ്ങളെ നൽകുന്നുണ്ടോ? നിശ്ചയമായും ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് തീർത്തു പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരികയാണ്. ഹേ പൂജനായ ഉദ്ധവരെ, കുരുവംശത്തിൽ ജനിച്ചവരായ ഞങ്ങൾക്ക് ഉത്കൃഷ്ടനായ സുഹൃത്തും ബഹുമാനിപ്പാൻ യോഗ്യനുമായ ആ വസുദേവൻ സുഖമായിരിക്കുന്നുവോ? ദാനശീലനായ ആ മഹാൻ സഹോദരികൾക്ക് വേണ്ടുന്ന നല്ല വസ്തുക്കളെ ആദരവോടുകൂടെ കൊടുത്ത് അവരുടെ മാതാപിതാക്കന്മാരെന്ന പോലെ ധനാദികളെയും നൽകി രക്ഷിച്ചു വരുന്നില്ലയോ? ആ വിധം ചെയ്യും നിശ്ചയം. അപ്പോൾ ഇവിടെ വസുദേവര് ദേവകീ ദേവിയെ വിവാഹം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് തൻ്റെ സഹോദരിമാരെ അർഹിക്കുന്നതായ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടുവരുന്നുണ്ട്. പ്രമോഷയിലേ. അപ്പോൾ ഒരിക്കലും അവിടെ നാത്തൂൻ പോരുണ്ടായിട്ടില്ല. പക്ഷെ ഇഹത്തിൽ ലൗകിക ദൃഷ്ടിയിൽ നമ്മുടെ ഇടയിൽ ഈ നാത്തൂൻ പോര് അങ്ങേയറ്റ. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടു തോന്നുന്ന കൂട്ടത്തിലാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്ക് ജോലി ഉണ്ടാവുക, ഒരാൾക്ക് ജോലി ഉണ്ടാവാണ്ടിരിക്കുക, അപ്പം ഉണ്ടാവുന്നൊരു വൈരുദ്ധ്യം. പക്ഷേ ഈ വൈരുദ്ധ്യം എത്ര കാലം ഉണ്ടാവുക? കുട്ടികൾ നന്നായാൽ പിന്നെ എന്തിനാണ് ജോലി എടുക്കണത്? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ആയുസ് കഴിഞ്ഞാലും ബാക്കിയാവണരാരാ? കുട്ടികളാണ്. നേരെ മറിച്ച് ലോട്ടറി അടിച്ച കൂട്ടത്തിൽ അവരൊക്കെ കുറച്ച് കാശുണ്ടായി, കുട്ടികൾ കുറച്ച് തൻപോരുമക്കാരും ധാർഷ്ട്യമുള്ളവരായ പിന്നത്തെ കാര്യം എന്താ ചെയ്യുക? അപ്പോൾ ഈശ്വരാനുഗ്രഹം എന്തിനാണ് വേണ്ടത്? അവരവർക്ക് വലിയ പ്രാപ്തിയൊന്നുമില്ലെങ്കിലും കുട്ടികൾ നന്നായി പ്രാപ്തരായിട്ടുണ്ടാവുക, അതിനാണ് ഈശ്വരാനുഗ്രഹം വേണ്ടത്. മനസ്സിലായില്ലേ?
അപ്പോൾ നിശ്ചയം എന്നാ വിതുരർ പറഞ്ഞത്. അപ്പോൾ ഇനി 28-ാമത്തെ ശ്ലോകം നോക്കുക. കശ്ചിത് വരൂധാധിപതിര്യദൂനാം യദൂനാം പ്രത്യുപ്ന ആസ്തേ സുഖമംഗവീര യം രുക്മിണീ ഭഗവതോ അഭിലേഭേ ആരാധ വിപ്രാൻ സ്മരമാതി സർഗേ. കശ്ചിൽ വരൂധാധിപതിർ യദൂനാം പ്രത്യുപ്ന ആസ്തേ സുഖമംഗവീര യം രുക്മിണീ ഭഗവതോ ബിലേഭേ ആരാധ്യ വിപ്രാൻ സ്മരമാതി സർഗേ. അതിൻ്റെ അർത്ഥം, ഭാവാർത്ഥം പറയാം. യദുക്കളുടെ സൈന്യനാഥനും പരാക്രമിയുമായ പ്രത്യുപ്നൻ സുഖമായിരിക്കുന്നുവോ? പൂർവജന്മത്തിൽ മന്മഥനായിരുന്ന യാതൊരുവനെ, അതായത് രതിയുടെ ഭർത്താവായ മന്മഥൻ്റെ എന്താണെന്നാ പറയുക, ജന്മാണ്, അവതാരമാണ് ആര്? പ്രത്യുപ്നൻ. അപ്പോൾ വാസുദേവൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷൻ, ഈ നാലാണ് നമ്മുടെ ഈ അന്ധക്കരണത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ശാസ്ത്രഗ്രന്ഥമല്ലേ? അതെന്തിനാണ് നമ്മൾ ഒഴിവാക്കിയത്? നന്നാവാൻ യോഗമുള്ളവരൊക്കെ ഇത് പഠിക്കും. നന്നാവണം എന്നുള്ളവരെ ഈ ശാസ്ത്രഗ്രന്ഥം ഭാഗവതത്തിനെ പഠിക്കാണ്ടിരിക്കില്ല. മനസ്സിലായില്ലേ? വായിക്കാൻ പഠിക്കലല്ല, അർത്ഥം അറിഞ്ഞ് പഠിക്കുക. അപ്പോൾ പൂർവജന്മത്തിൽ മന്മഥനായിരുന്ന യാതൊരുവനെ ബ്രാഹ്മണരെ പൂജിച്ചതിൻ്റെ ഫലമായിട്ട് രുക്മിണീ ദേവി ഭഗവാനിൽ നിന്ന് ആഭിമുഖ്യേന ലഭിച്ചു. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് പ്രത്യുപ്നനെ പോലെ ഉള്ള ഒരു മകൻ രുക്മിണിക്കുണ്ടായത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹേ പൂജ്യനായ ഉദ്ധവരെ, രുക്മിണീ ദേവി വേദബ്രാഹ്മണരെ പൂജിച്ചതിൻ്റെ ഫലമായിട്ട് മുൻജന്മത്തിൽ മന്മഥനായിരുന്ന ഏതൊരുവനെ പുത്രനായിട്ട് ഭഗവാനിൽ നിന്ന് സന്തോഷത്തോടുകൂടെ സമ്പാദിച്ചുവോ, ശൂരനും യാദവ സേനാപതിയുമായ ആ പ്രത്യുപ്നൻ സൗഖ്യമായിരിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. പ്രംശയിലെ ഇത്ര രസകരമായിട്ടുള്ള ഒരു സംവാദം ഭാഗവതത്തിനെ പോലെ ആത്മാഭിമാനത്തിന്, ദുരഭിമാനത്തിനല്ല, ആത്മാഭിമാനത്തിൽ നിന്ന് ഉതകുന്ന ഒരു സൃഷ്ടി വൈഭവം തന്നെ വേണം പറയാൻ. ഏതെല്ലാം പരീക്ഷകളുണ്ട് ഈ ലോകത്തിൽ, ആ പരീക്ഷകളെയൊക്കെ പാസ്സാവാൻ ഈ ഭാഗവത ഗ്രന്ഥം പഠിച്ചാൽ മതി. ഭാഗവതം ഒന്ന് മാത്രം പഠിച്ചാൽ മതി. മോക്ഷത്തിന് മോക്ഷമായി, നന്മയ്ക്ക് നന്മയായി, ശ്രേഷ്ഠതയ്ക്ക് ശ്രേഷ്ഠതയായി എന്ന് പറയാതെ ഇരിക്കാൻ വയ്യ. ബാക്കി 29 മുതൽക്കുള്ള ശ്ലോകങ്ങളെ നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ശ്രദ്ധിക്കാം. അപ്പോൾ 196-ാം എപ്പിസോഡ് നാളെ പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും, അതോടുകൂടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.